റിഫയുടെ മകൻ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ചാണ്. എനിക്ക് അവൻ എൻ്റെ മകനെ പോലെയാണ്. പക്ഷേ കുറച്ച് നാളും കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ റിഫയുടെ അതേ അവസ്ഥ സഫയ്ക്ക് വരുമായിരുന്നോ? 100% സഫ തൂങ്ങി മരിക്കുമായിരുന്നു. സഫ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അവർ ഈ കേസിന് വേണ്ടിയിട്ട് ചാവാണ്. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിഫയുടെ ശബ്ദ സന്ദേശം എവിഡൻസ് അല്ലേ? റിഫ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്റെ തല കട്ടിലിന്റെ സൈഡിലേക്ക്. ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ മെഹനാസ് കഞ്ചാവ് വലിക്കുന്ന ആളാണെന്നും ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നും വ്യക്തമായിട്ട് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 6 പീഡന കേസിൽ 6 റൈപ്പ് കേസിൽ ഒരു പ്രതിയോട് എനിക്കെതിരെ സംസാരിച്ച ഒരാളാണ് സഫ. ഇക്കടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യമാണ്. അതെ, ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടവർ റിയാക്ട് ചെയ്യുകയോ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പച്ചക്ക് പറയാം. ഞാൻ വളരെ ഇമോഷണൽ കണക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് റിഫ. എനിക്ക് ഈ പറയുന്നത് പോലെയുള്ള ഈ ഒളിച്ചോട്ടം അതുപോലെയുള്ള മഞ്ഞ കഥകളിൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അത്തരം കേസുകൾക്ക് പിന്നാലെ പോവാത്ത ഒരാളാണ്. പക്ഷെ റിഫയുടെ മകൻ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ചാണ്. ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് പോയതാണെങ്കിലും ഒരു വാർത്തയുടെ ആവശ്യത്തിന് പോയതാണെങ്കിലും സ്റ്റിൽ എനിക്ക് അവൻ എൻ്റെ മകനെ പോലെയാണ്. ഇപ്പൊ അസാനു, ഇപ്പൊ ആക്ച്വലി ഞാനിത് പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് പറയാം. അസാനു എന്ന് പറയുന്നത് എന്നെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവന്റെ എല്ലാം ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ എന്നെ കാത്തിരിക്കുന്ന ഒരു മോനാണ്. അവന് എൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞുള്ള ഒരു ഫാമിലി, അവരുമായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഞാൻ ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. ഞാൻ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അയാളോട് ഭയങ്കര കണക്ഷൻ ആയിരിക്കും, ഭയങ്കര ഫീൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫീലുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അവർ ഈ കേസിന് വേണ്ടിയിട്ട് ചാവാണ്. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപ്പ താമരശ്ശേരി DYSP ഓഫീസ് എന്ന് പറയുന്നത് ആ ഉപ്പയുടെ ഒരു സെക്കൻഡറി ഹോമാണ്, രണ്ടാമത്തെ വീടാണ്. മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിന് അറിയാഞ്ഞിട്ടും പോലീസ് ക്ലിയർ ആയിട്ടുള്ള മൊഴി, ഈ റിഫയുടെ ശബ്ദ സന്ദേശം എവിഡൻസ് അല്ലേ? റിഫ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്റെ തല കട്ടിലിന്റെ സൈഡിലേക്ക്. നിങ്ങൾ ഏത് ഭാര്യ, ഏത് ഭർത്താവാണ് ഇത്തരം ക്രൂരത ചെയ്യല്? നമുക്ക് എന്റെ ഭാര്യയോട് എനിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ഒഴിവാക്കി പോകും. ഇനി ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകും, അത് അത്രയും കഠിനമായ സ്റ്റേജിലായിരിക്കണം. പക്ഷെ ഇവളുടെ തല പിടിച്ച് കട്ടിലിന്റെ ഈ സൈഡിലേക്ക് ഒരു പെൺകുട്ടിയുടെ തല പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ നിങ്ങളൊരു പെൺകുട്ടിയല്ലേ, നിങ്ങളൊരു സ്ത്രീയല്ലേ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്തായിരിക്കും? ഒരു ഭർത്താവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭർത്താവിനോട് പെണ്ണിനുള്ള സമീപനം എന്തായിരിക്കും? ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ മെഹനാസ് കഞ്ചാവ് വലിക്കുന്ന ആളാണെന്നും ഇയാൾ മദ്യപിക്കുന്ന ഒരാളാണെന്നും ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നും വ്യക്തമായിട്ട് ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മെഹനാസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ചാറ്റിൽ അതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കില്ലേ? കഞ്ചാവ്, ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ സമനിലയിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അതിനെ നിരോധിക്കില്ല. മദ്യം ഒരു മനുഷ്യനെ മയക്കുമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? മദ്യം ഒരു മനുഷ്യന്റെ സമനില തെറ്റിക്കും. അങ്ങനെ ഒരു കൃത്യമായ മനോനിലയില്ലാത്ത, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മൈൻഡ് മാറുന്ന ഒരാൾ, അയാൾ ആരെയും ഉപദ്രവിക്കും, ആരെയും എന്തും ചെയ്യും. ചിലപ്പോൾ രാവിലെ കഴിഞ്ഞാൽ അയാളുടെ മനോനിലയിൽ മാറ്റമുണ്ടാകും. ചെയ്തതൊക്കെ തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യവും ഉണ്ടാകാം. പക്ഷെ രാവിലെകളിൽ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. രാവിലെകളിൽ നിങ്ങൾ നല്ല മനുഷ്യനായിട്ട് കാര്യമില്ല. ഞാനിവിടെ സഫയെ ന്യായീകരിക്കുന്നില്ല. ഈ കേസിന് ഈ പറയുന്ന ഉപ്പയും ടീമും ഒക്കെ പോകുന്ന സമയത്ത് സഫ ആ കുടുംബത്തെ മോശമായി ചിത്രീകരിച്ച ഒരാളാണ്. സഫ ആ കുടുംബത്തെ പറഞ്ഞ ഒരാളാണ്, ആ ഉമ്മയെ പറഞ്ഞ ഒരാളാണ്, ആ ഉപ്പയെ പറഞ്ഞ ഒരാളാണ്. ഞാനിത് സഫയോട് പറഞ്ഞിട്ടുണ്ട്, സഫ ഇതൊന്നും പറയാതെ എനിക്കൊരിക്കലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സഫ എന്നെ പറഞ്ഞ ഒരാളാണ്. 6 പീഡന കേസിൽ 6 റൈപ്പ് കേസിൽ ഒരു പ്രതിയോട് എനിക്കെതിരെ സംസാരിച്ച ഒരാളാണ് സഫ. എനിക്ക് ഈ കേസിൽ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. എനിക്ക് ഒറ്റ കമ്മിറ്റ്മെന്റേ ഉള്ളൂ. എനിക്ക് റിഫയുടെ കുടുംബത്തോടെ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. എനിക്ക് വേറെ ആളോട് കമ്മിറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഉറച്ചു തറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ റിഫ മരിച്ചതിന് ശേഷം സഫയുമായിട്ട് മെഹനാസ് പ്രേമത്തിലാവുമ്പോ, അതിന് ശേഷം കല്യാണം ആവുമ്പോ കാദർക്ക് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മെഹനാസ് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം? അല്ല, എനിക്കത് ആദ്യഘട്ടത്തിൽ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു.
പറഞ്ഞു. അവർ കല്യാണം കഴിഞ്ഞതല്ല. ആക്ച്വലി അവർ കല്യാണം കഴിഞ്ഞതല്ല, അതൊരു സമ്മർദ്ദത്തിന്റെ പേരിൽ നടന്ന ഒരു കാര്യമാണ്. ഈ വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടു കൂടിയിട്ട് നടന്ന ഒരു കല്യാണമല്ല സഫയുടെയും മെഹനാസിന്റെയും. അത് സഫ നിഷേധിച്ചാലും ഞാൻ പറയും സഫയുടെ ഉപ്പയും സഫയുടെ ഉമ്മയൊക്കെ ഈ കല്യാണത്തിന് എതിരായിരുന്നു. സഫയുടെ കുടുംബം എതിരായിരുന്നു, അവരൊക്കെ എതിരായിരുന്നു. ഇവളുടെ ഒറ്റ വാശിയിലാണ് ഈ മെഹനാസിനെ കിട്ടിയത്. ഇതിനെന്തിനു ഉത്തരവാദി ഉണ്ടെങ്കിൽ സഫ തന്നെയാണ്. പക്ഷേ കുറച്ച് നാളും കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ റിഫയുടെ അതേ അവസ്ഥ സഫയ്ക്ക് വരുമായിരുന്നു. 100% സഫ തൂങ്ങി മരിക്കുമായിരുന്നു, സഫ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അത് സഫയുടെ മാത്രം ബുദ്ധിമോശത്തിൽ സംഭവിക്കാൻ പോയ ഒരു കാരണവും ആകുമായിരുന്നു. ഇപ്പോ സഫ ഇവര് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഇടയ്ക്ക് തന്നെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അടിയുണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ പോവാന്ന് വീഡിയോ ഇടും, അതിനുശേഷം വീണ്ടും അവർ ഒന്നിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇടും. അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ട് പ്രേക്ഷകർ അതിൽ ഓക്കെയാണ്, ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഓക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വീഡിയോ വരുന്നത്, സഫ ഒളിച്ചോടി, അതും കൂട്ടുകാരിയുടെ എക്സിനോടൊപ്പം ഒളിച്ചോടി എന്നൊരു ന്യൂസ് കേൾക്കുന്നത്. അത് ഇക്കയും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം വന്ന ട്രോളുകളും അല്ലെങ്കിൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെയും സഫയ്ക്കെതിരായിരുന്നു. അപ്പോഴും സത്യം പുറത്തു വരുന്നത് അല്ലെങ്കിൽ മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള ഒരു കാര്യം ഒറ്റ കാര്യത്തിൽ വിശ്വസിക്കുന്നത് കാദറിക്കയുടെ യൂട്യൂബ് ചാനലിലൂടെ മാത്രമായിരുന്നു. ഇക്കാക്ക് ഈ കാര്യത്തിൽ എന്താ തോന്നുന്നത്? സഫ ഒളിച്ചോടി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്താ തോന്നുന്നത്? ഇതില് പോയിന്റ് നമ്പർ 1 എന്ന് തുടങ്ങണം. എന്താണ് ഈ പോയിന്റ് നമ്പർ 1? ഇവരുടെ വിഷയങ്ങളിൽ വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞൊരു മെഹനാസ് ഒരു സ്റ്റോറി ഇടുന്നു. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സ്റ്റോറി കണ്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, ഒരിക്കലും അല്ല. ഞാനല്ല 100% ആ സ്റ്റോറിയുടെ പേരിൽ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തനം എന്താ ചെയ്യണ്ടേ? അതിന്റെ വസ്തുതകളിലേക്ക് അന്വേഷണം നടത്തുന്നതാണ്. സോ സഫയുടെ ആദ്യ ഭർത്താവ്, അയാളോട് ഈ വിവരം ഞാൻ അന്വേഷിച്ചിരുന്നു, അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്രോതസ്സുകളിലേക്ക് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അയാളുടെ ഭർത്താവ് മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്ത്, സഫയുടെ ആദ്യ ഭർത്താവ് മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ കാര്യമാണ്, എന്നോട് മെഹനാസ് ഉപദ്രവിക്കുന്ന കാര്യം സഫ പറഞ്ഞിട്ടുണ്ട്. സഫയുടെ തീരുമാനം തെറ്റായി പോയി എന്നുള്ള കാര്യം സഫയുടെ ആദ്യ ഭർത്താവിനോട് സഫ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആദ്യ ഭർത്താവായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അല്ല, ഈ സംഭവത്തിന് ശേഷം ഒരു കുറ്റബോധം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇതിന്റെ സഫക്ക് നിഷേധിക്കുകയും ചെയ്യാട്ടോ, സ്വാഭാവികം. അപ്പൊ ഈ പോയിന്റിൽ നിന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത്. ഞാൻ എന്റെ വാർത്ത ചെയ്യുമ്പോൾ ഞാൻ ആ പോയിന്റിനെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ഇന്ന പോയിന്റിൽ നിന്നാണ് ഈ വിവരം കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് അന്ന് അവർ വേർപിരിഞ്ഞതാണ്. അന്ന് ഈ മെഹനാസും സഫയും വേർപിരിഞ്ഞത് ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷെ ഞാൻ ആ വാർത്ത കൊടുത്തതിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ദിവസങ്ങൾക്ക് ശേഷം ഇവർ വരുന്നു. ഈ രണ്ടുപേരും വരാണ്. അവർ വന്നിട്ട് പറയാണ് ഖാദർ കരിപ്പൊടി പച്ചക്കള്ളമാണ് പബ്ലിക് എയർലൈൻ പറഞ്ഞത്. ജനത്തിന് വിശ്വസിക്കാതെ നിവൃത്തിയില്ല. കാരണം വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ രണ്ടാളെ എങ്ങനെയാ ഒന്നിക്കുന്നത്? ഞാൻ എനിക്കെതിരെ ഒന്നിച്ചു എന്നുള്ളതാണ്. സഫ എന്നോട് ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രി ഞങ്ങൾ തെറ്റിപ്പോയതാണ്, ഖാദർക്ക പറഞ്ഞത് ശരിയാണെന്നത്. സഫ പിന്നീട് പോകാനായിട്ട് സഫ പറഞ്ഞെതിരെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടുപേരും അന്ന് ഒന്നിച്ചത്. 100% സഫ പറഞ്ഞിട്ടുണ്ട് ഞാൻ മെഹനാസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഫക്ക് അത് നിഷേധിക്കാനാവില്ല. മെഹനാസിനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ സത്യം പറഞ്ഞൊരു മനുഷ്യനാണ്, ഒരു കാരണവും ഇല്ലാതെ നമ്മളെ വേട്ടയാടാൻ ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ആ കുടുംബത്തിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ 100% ഞാൻ അതിന് എഫേർട്ട് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരാളാണ്. ഇപ്പൊ എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്രമണത്തിനോടൊപ്പം നിൽക്കുന്നുള്ള ഒരാളാണ്. എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളോടൊപ്പം ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്ന ഒരാളാണ്. എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് ആ മൂഡ് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ എന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് അകന്നാൽ പോലും എനിക്ക് പ്രശ്നമാണത്. അങ്ങനെയുള്ളൊരു ഇമോഷണൽ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. സോ എനിക്ക് റിഫയുടെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഈ കേസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഞാൻ നല്ല എഫേർട്ട് ഇട്ടൊരു കേസാണ്.